സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികൾക്ക് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്പം ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ചോദ്യം നോക്കാം. അരിത്തമെറ്റിക് സീക്വൻസിലെ ഒരു ചോദ്യം. ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് an s is 3n square plus 6n. വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ആണ്. അപ്പം സമ്മിന്റെ അരിത്തമെറ്റിക് സീക്വൻസ്, സമ്മിന്റെ n ടേംസ് നമുക്ക് തന്നിട്ടുണ്ട്. അരിത്തമെറ്റിക് സീക്വൻസിന്റെ സമ്മിന്റെ n ടേംസ് തന്നിട്ടുണ്ട് 3n square plus 6n. അപ്പൊ 5 ടേമിന്റെ സമ്മ് കാണാനാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 5 ടേമിന്റെ സമ്മ് കാണാൻ എന്നിന്റെ സ്ഥാനത്ത് 5 കൊടുത്താൽ നിങ്ങൾക്ക് 5 ടേമിന്റെ സമ്മ് കിട്ടും. ഇനി 10 ടേമിന്റെ സമ്മാണ് കാണണമെങ്കിൽ എന്നിന്റെ സ്ഥാനത്ത് 10 കൊടുത്താൽ 10 ടേമിന്റെ സമ്മാണ് കിട്ടുക. എന്റെ സ്ഥാനത്ത് 1 കൊടുത്താൽ എന്ത് കിട്ടും? ഫസ്റ്റ് ടേം കിട്ടും എന്നുള്ളതാണ്. എന്റെ സ്ഥാനത്ത് 2 കൊടുത്താൽ സെക്കൻഡ് ടേം അല്ല കിട്ടുക, ഫസ്റ്റിന്റെയും സെക്കൻഡ് ടേമിന്റെയും സമ്മ് കൂട്ടിയതാണ് കിട്ടുക. നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. അപ്പൊ എന്നിന്റെ സ്ഥാനത്ത് 5 കൊടുക്കുമ്പോൾ 5 ടേമിന്റെ സമ്മാണ് കിട്ടുക. കാരണം എന്താ? തന്നത് സമ്മിന്റെ അരിത്തമെറ്റിക് സീക്വൻസ് ആണ് തന്നത്. അപ്പം പിന്നെ 5 കൊടുക്കുമ്പോൾ 3 × 5 സ്ക്വയർ പ്ലസ് 6 × 5 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ 73 × 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 75 എന്നാവും. പ്ലസ് 6 × 5 30. അങ്ങനെ 105 ഒന്നിന്റെ ആൻസർ. എന്നാൽ ഈ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം അതാണ്. പക്ഷെ വരാൻ പോകുന്ന SSLC പരീക്ഷയ്ക്ക് ഒരുപക്ഷെ ഇത് തന്നെ ഇതേ രൂപത്തിൽ വേറെ ഒന്നായിരിക്കും ചോദിക്കുക. അല്ലെങ്കിൽ ആൾജിബ്രിക് എക്സ്പ്രഷൻ ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്, സമ്മിന്റെ അല്ല, ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ തന്നിട്ട് നിങ്ങളോട് 1-ാം പദോ അല്ലെ 10-ാം പദോ കാണാൻ കഴിയും. അപ്പൊ എന്താ ചെയ്താൽ മതി? എന്നിന്റെ സ്ഥാനത്ത് 10 കൊടുത്താൽ മതി. അപ്പം എന്ന് നിങ്ങൾ മനസ്സിലാക്കാം. ഇതിലെ രണ്ടാമത്തെ ചോദ്യം, ഹൗ മെനി ടേംസ് ഓഫ് ദി സീക്വൻസ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഫസ്റ്റ് മസ്റ്റ് ബി ആഡഡ് ടു 360? എത്ര ടേമിന്റെ സമ്മാണ് 360 ആകുക എന്നുള്ളതാണ്. അപ്പം ഇവിടെ നമുക്ക് സമ്മിന്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ 3n square plus 6n തന്നിട്ടുണ്ട്. അപ്പൊ എത്ര ടേമിന്റെ സമ്മാണ്? അപ്പൊ എന്നിന്റെ സ്ഥാനത്ത് എത്ര എന്ന് കൊടുത്താൽ 360 എന്ന് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അത് ഏതാണെന്നുള്ളത്, നിങ്ങൾ എത്ര ടേമിന്റെ സമ്മാണ് എന്നുള്ളത് നിങ്ങൾക്ക് അങ്ങനെ ആലോചിച്ച് കണ്ടെത്താം. എന്നിന്റെ സ്ഥാനത്ത് എത്ര കൊടുത്താലാണ് 360 കിട്ടുക ടോട്ടൽ 3n square plus 6n എന്ന് നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ്. അതിന് എങ്ങനെ ചെയ്യും നോക്കാം. അപ്പം SN = 360, സമ്മ് 360 കിട്ടണം. അപ്പൊ ഏതിന്റെ സമ്മ്? 3n square plus 6n = 360 എന്ന് എഴുതാം നമുക്ക്. അപ്പോൾ 360 ആണ് എനിക്ക് സമ്മ് കിട്ടണേ. അപ്പം എല്ലാത്തിലും കോമൺ ആയിട്ട് എന്തുണ്ട്? കോമൺ ആയിട്ട് പിന്നെ 3 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇക്വേഷൻ n² + 2n = 120 ആവും. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും, ത്രൂ ഔട്ട് ഈക്വൽ സൈനിന് അപ്പുറം ഡിവൈഡ് ചെയ്യണമെന്ന് നമുക്കറിയാം. അപ്പൊ ഇക്വേഷൻ n² + 2n = 120 ആവും. അപ്പൊ ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ രൂപത്തിലേക്ക് നമ്മൾ മാറ്റിക്കൊണ്ടുവരാണ്. അപ്പോൾ മാറ്റാൻ പെർഫെക്റ്റ് a + b ഹോൾ സ്ക്വയർ രൂപത്തിലേക്ക് a² + 2ab + b² ഈ ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് ചെയ്യാം. മൂന്നാമത്തെ ടേം ഇല്ല. അപ്പോൾ ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ മൂന്നാമത്തെ ടേം ഇല്ല. അപ്പൊ എന്നിന്റെ കോഎഫിഷ്യന്റിന്റെ പകുതിന്റെ സ്ക്വയർ ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പൊ n² + 2n എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? എന്നിന്റെ കോഎഫിഷ്യന്റ് 2 ആണ്, അതിന്റെ പകുതിന്റെ സ്ക്വയർ. n² + 2n + 1² എന്ന് പറഞ്ഞാൽ 1 = 120 + 1. റൈറ്റ് സൈഡിൽ എന്ത് ചെയ്യണം? 1 ആഡ് ചെയ്യണം. കാരണം നമ്മൾ ഈ ഇക്വേഷൻ ആഡ് ചെയ്യാണ്. എന്തിനാണ്? ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ 1 ആഡ് ചെയ്തത്. അപ്പം പിന്നെ അപ്പൊ എങ്ങനെ ആവും? n² + 2n = 121 ആവും. അപ്പൊ n² + 2n + 1 ഞങ്ങൾക്ക് എങ്ങനെ എഴുതാം? n + 1 ഹോൾ സ്ക്വയർ എഴുതാം. n + 1 ഹോൾ സ്ക്വയർ എഴുതാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? നമ്മൾ 1 ആഡ് ചെയ്തത് പെർഫെക്റ്റ് സ്ക്വയർ രൂപത്തിൽ. അപ്പൊ n + 1 ഹോൾ സ്ക്വയർ = 121 ആയി.